ഉണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയർ കണ്ട് പഴയിക്കണം. അതിനൊരു എക്സാമ്പിൾ പറയട്ടെ. ഈ ഒരു വർഷം, അതായത് 2 വർഷം മുൻപ് കൂളോംസ് ലാ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതായത് അത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല. നമുക്കറിയാം കൂളോംസ് ലാ ഒരു +2 കുട്ടി കയറുന്ന ആ ഒരു ടൈം, അതായത് ആദ്യത്തെ ചാപ്റ്ററിലാണ് കൂളോംസ് ലായെ പറ്റി പറയുന്നത്. അന്ന് മുതൽ അവൻ ആ വർഷം അവസാനിക്കുന്നത് വരെ കൂളോംസ് ലാ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കേട്ട് എല്ലാവർക്കും തറവാവുന്ന ഒരു ലോ ആണ് കൂളോംസ് ലാ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂളോംസ് ലാ നന്നായിട്ട് പഠിച്ചു പോകും. അതിന്റെ ഇക്വേഷൻസും ഒക്കെ, ഫോഴ്സിന്റെ ഇക്വേഷൻസും ഒക്കെ പഠിച്ചു പോകും. പക്ഷെ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചത് കൂളോംസ് ലാ എഴുതാനല്ല ചോദിച്ചത്. അപ്പൊ എല്ലാ കുട്ടികൾക്കും, ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും കൂളോംസ് ലാ അറിയാം. പക്ഷെ ചോദിച്ചത് ഇങ്ങനെയാണ്: 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ. ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ. പക്ഷേ പല കുട്ടികൾക്കും ഈ 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏത് ലോ എന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് ലോ പഠിച്ചു വെക്കാണ്, ലോയുടെ മീനിങ് അറിഞ്ഞ് പഠിച്ചു വെക്കുകയല്ല. അതുകൊണ്ട് ഇനി നമുക്ക് അത്രയും ഡീപ്പായിട്ട് പഠിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, അതുപോലെ ഏതൊക്കെ രീതിയിൽ ചോദിച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ